നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി അതിജീവിത. ഹാഷ് വാല്യൂ മാറിയതിലൂടെ സ്വകാര്യത കോടതിയിൽ പോലും നിഷേധിക്കപ്പെട്ടു. കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്. സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പിൽ പറയുന്നു. ഡാനിപ്പോളുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനിപ്പോൾ, നിയമപരമായ നടപടികൾ തുടരുമ്പോൾ പോലും പരസ്യമായി അതിന് സമൂഹ മാധ്യമങ്ങളിലൂടെയോ പരസ്യമായി മാധ്യമങ്ങളിലൂടെയോ ഒക്കെ പ്രതികരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ അവർ അത് സമൂഹ മാധ്യമത്തിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. അതും അതിരൂക്ഷമായ വിമർശനമാണ്. കോടതിയിൽ പോലും മുറിവേറ്റവർക്ക് അവരുടെ സ്വകാര്യതയ്ക്ക് സംരക്ഷണം കിട്ടുന്നില്ല എന്നൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ പൂർണ്ണമായ ഉള്ളടക്കം? രേണുക, അതിജീവിത അവരുടെ നിലവിലുള്ള ഒരു രോഷപ്രകടനം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ വാക്കുകളെല്ലാം തന്നെ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം അവർ ഇതിൽ വല്ലാതെ ദുഃഖിതയായിരിക്കുന്നു. അതിൽ നിന്നുണ്ടായ ഒരു ആത്മരോഷം തന്നെയാണ് ഈ അവരുടെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലെല്ലാം തന്നെ പ്രകടമാകുന്നത്. ഒപ്പം ഇരയ്ക്കൊപ്പം നിന്ന് കരുത്തിൻ്റെ കോട്ട കെട്ടേണ്ട കോടതിയിൽ നിന്ന് പോലും തനിക്ക് ഒരു സംരക്ഷണമില്ലാതായിരിക്കുന്നു എന്നതെല്ലാം അവർ പറയുകയും ചെയ്യുന്നു. ഇതിൽ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട മൗലിക അവകാശമാണ് അവൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത്. ആ സ്വകാര്യത ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്നതാണ്, രാജ്യം ഉറപ്പ് നൽകുന്നതാണ്. അത് കോടതിയിൽ നിന്ന് പോലും അവർക്കത് ലഭിച്ചില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ആശ്രയം നൽകേണ്ട ഒരു കോടതിയിൽ നിന്ന് പോലും അത്തരം ഒരു കാര്യത്തിന് അവർക്ക് ഉറപ്പ് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കും. താൻ മുറിവേറ്റിരിക്കുന്നു, തനിക്ക് മുറിവേൽക്കുമ്പോൾ തന്നെ മുറിവേൽപ്പിച്ചവർ തന്നെയാണ് അതിൽ സന്തോഷിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തന്നൊരു ഇരയാണ് എങ്കിലും അവർ ആ കുറിപ്പിൻ്റെ അവസാനം പറയുന്നത് നീതിബോധമുള്ള ന്യായാധിപന്മാർ അവസാനിച്ചിട്ടില്ല എന്ന പ്രത്യാശയോടെ തന്നെ ഒടുവിൽ എല്ലാവരും തന്നെ ആശ്രയിക്കുന്ന കോടതികളിൽ വീണ്ടും താൻ വിശ്വസിക്കുന്നു എന്നവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവർ കുറിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലെല്ലാം തന്നെ ഓരോ വരിയിലും വ്യക്തമാകുന്നത് ഈ കോടതിയിൽ നിന്ന് ഈ വന്നിരിക്കുന്ന ഈ ഹാഷ് വാല്യൂ, ഈ മെമ്മറി കാർഡിൻ്റെ പരിശോധനകളടക്കം സംബന്ധിയായ കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം സംബന്ധിയായ കാര്യങ്ങൾ, താൻ ഉന്നയിച്ച സംശയങ്ങൾ അത് ശരിയാണ് എന്ന് വെളിവാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ താൻ എവിടെയാണ് താൻ ആശങ്കപ്പെട്ടത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കോടതിയിൽ നിന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന വലിയ ആശങ്കയുടെ ചോദ്യങ്ങൾ തന്നെയാണ് അവർ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഉയർത്തിയിരിക്കുന്നത്. രേണുക, തീർച്ചയായും ഡാനി, ഇതിൽ ജഡ്ജിക്കെതിരായ സംശയങ്ങൾ നേരത്തെ തന്നെ അതിജീവിത ഉയർത്തിയതാണ്. ഇപ്പോഴും കോടതിയിൽ വെച്ച് പോലും തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ആശങ്ക രേഖപ്പെടുത്തുന്നു. അപ്പോൾ പോലും നിയമ സംവിധാനത്തിൽ ഈ ന്യായാധിപന്മാരിൽ ഉള്ള വിശ്വാസം ഒരു ഭാഗത്തുണ്ട് എന്നത് സൂചിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. നേരത്തെ ഉയർത്തിയ വാദങ്ങൾ, ആ രീതിയിലുള്ള പോരാട്ടം അതിൽ തുടർന്നും നിൽക്കുമെന്ന സൂചന തന്നെയാണോ അതിജീവിത നൽകുന്നത്? നമുക്കറിയാം, സഹപ്രവർത്തകരെ രക്ഷിക്കാനുള്ളതാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിയമ പോരാട്ടം തുടരുമെന്ന സൂചന തന്നെയാണോ ഈ കുറിപ്പിലുമുള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തൻ്റെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നാളെ ഇങ്ങോട്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഈ കാലം അത്രയും ഇന്നലെ വരെയും അവർ കോടതിയിലടക്കം അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സധൈര്യം തന്നെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പലപ്പോഴും പല തിരിച്ചടികൾ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും അവർ തൻ്റെ പോരാട്ടത്തിൻ്റെ നിലപാടിൽ ഒരു അണുവിട വിട്ടുവീഴ്ച വരുത്താതെ തന്നെ മുന്നോട്ട് പോയതാണ്. ഇതിൽ കോടതിയിൽ നിന്ന് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം, ഒരു വസ്തുതാപരമായ ഒരു അന്വേഷണം നടത്തണം. പ്രത്യേകിച്ച് ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യങ്ങളിൽ ഇത് ദൃശ്യങ്ങൾ ചോർന്നുവെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തനിക്ക് നീതി കിട്ടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിൽ പുറത്ത് കോടതിക്ക് പുറത്തേക്ക് പോലും ഈ തെളിവായി സമർപ്പിക്കപ്പെട്ട ഈ മെമ്മറി കാർഡ് പോലും കോടതിക്ക് പുറത്തേക്ക് പോയെന്നൊരു സംശയം അവർ ഉന്നയിക്കുകയും തന്നെ ചെയ്യുന്നു. ഇതിൽ ആരാണ് പരിശോധിച്ചതെന്ന് കണ്ടെത്തണം എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് സംബന്ധിച്ചാണ് വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട്
പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയോട് ആവശ്യപ്പെടുകയും ചെയ്ത് അവർ അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിനെയും അവർ അതിൻ്റെ സാങ്കത്യത്തെ പോലും ചോദ്യം ചെയ്തിരുന്നു. കാരണം അതിൽ പ്രധാനമായിട്ടും ഇത് പരിശോധിച്ചു എന്ന് പറയപ്പെടുന്ന 2 ജുഡീഷ്യൽ ഓഫീസർമാർ കോടതിയിൽ ഉള്ള ഈ ഉദ്യോഗസ്ഥരാണ്. ഈ ജഡ്ജിയുടെ ചേംബറിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഒരാൾ ശിരോസ് സാറാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ആ കാര്യങ്ങൾ അതേപോലെ തന്നെ വിശ്വസിക്കുക മാത്രമാണ് ഈ റിപ്പോർട്ടിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് വേണ്ടിയുള്ള ഒരു നടപടി എന്താണ്? ഇത്തരം ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഒരു വലിയ പ്രമാദമായ കേസിൽ, കേരളം വളരെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന കേസിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായിട്ട് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവർ അതേറ്റ പറയുകയും ചെയ്യുമ്പോൾ പോലും എന്തുകൊണ്ട് അവർക്ക് എതിരായൊരു നടപടി ശുപാർശ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വലിയ ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ഇത് ആ ഓഫീസിൽ തന്നെയുള്ള ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു റിപ്പോർട്ടായിട്ട് മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ എന്ന് അതിജീവിത പറയുന്നു. അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം, ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ തൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല. എന്താണ് തൻ്റെ ചോദ്യങ്ങൾ, എന്താണ് തൻ്റെ സംശയങ്ങളെന്ന് ഒരിക്കൽ പോലും ആരാഞ്ഞിരുന്നില്ല. മറിച്ച് ഇത് വളരെ രഹസ്യമായ ഒരു അന്വേഷണമായി നീണ്ടുപോവുകയും അത് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ടിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ വ്യക്തമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ പോലും ഇതിൽ എന്ത് നടപടി എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല. എന്താണ് ഈ ജീവനക്കാരുടെ മൊഴി എന്നതിനെ സംബന്ധിച്ച് തൻ്റെ പകർപ്പ് തനിക്ക് ലഭിച്ചിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ട അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ റിപ്പോർട്ട് റദ്ദാക്കി IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടത്തുകയാണ് ഉചിതമെന്ന് അവർ പറയുന്നു. എങ്കിൽ മാത്രമേ തൻ്റെ ഉന്നയിച്ച സംശയങ്ങൾക്ക് അതിൽ ദൂരീകരിക്കപ്പെടുകയുള്ളൂ എന്ന് അവർ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് ഈ ഉപഹർജി വന്നിരിക്കുന്നത്. കോടതി ഇവർക്ക് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങളുണ്ടായ ആദ്യ നടപടി എന്ന രീതിയിൽ ഈ റിപ്പോർട്ട് അവർക്ക് കൈമാറണമെന്നത് പറഞ്ഞിരുന്നു. ഈ കൈമാറ്റത്തെ പോലും ഒരു ഘട്ടത്തിൽ എതിർക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം ഈ മൊഴിയുടെ പകർപ്പ്, ഈ കോടതി ജീവനക്കാർ നൽകിയ മൊഴിയുടെ പകർപ്പ് അവർക്ക് നൽകണമെന്ന് പറഞ്ഞിരുന്നു. അതിനെയും എതിർത്തപ്പോൾ ഹൈക്കോടതി അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ട്. അത് ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്, മൊഴി പകർപ്പടക്കം കൊടുക്കേണ്ടത് തന്നെയാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് ഈ റിപ്പോർട്ട് ലഭിച്ച അത് വായിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്ന് നടിയുടെ കുറിപ്പ് വരുന്നത്. ഇതിനകം തന്നെ പലരും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ പലരും അവരുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കോടതിയുടെ നടപടി, കോടതിയിൽ നിന്ന് അവർക്ക് നീതി ലഭിച്ചില്ല എന്നൊരു ധ്വനി അതിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. നിലവിൽ അവർ പരമായി സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ അടക്കം പുറത്തേക്ക് അത് വെറുതെ കാണുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. എന്താണ് മെമ്മറി കാർഡ് പരിശോധിക്കാൻ ഈ മറ്റു ജീവനക്കാർ ഈ തിടുക്കം കാണിക്കുന്നത്? എന്ത് ആവശ്യത്തിന് അവർ ഇത് കണ്ടു, ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നതടക്കം. അതിൽ ഒരു ജീവനക്കാരൻ നൽകിയിരിക്കുന്ന മൊഴി അത് അയാളുടെ ഫോണിലിട്ട് ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നതാണ്. പിന്നീട് ആ ഫോൺ കൈമോശം വന്നുപോയി എന്നതടക്കം അയാളുടെ മൊഴിയിൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമാണോ എന്ന് പരിശോധിക്കാൻ പോലും ആരും തുനിഞ്ഞില്ല എന്ന ദുഃഖവും അവരുടെ വാക്കുകളിൽ ഉണ്ട്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിജീവിതയ്ക്ക് കോടതിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്. കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടുന്നില്ല എന്ന തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ അത് ചൂണ്ടിക്കാട്ടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്.